ഒരെട്ടിന്റെ പണി കിട്ടി 3 ദിവസമായി. ആ പണിക്ക് ശേഷം ഇപ്പോഴാണ് കേട്ടോ തലേന്ന് പൊങ്ങിയത്. ഹായ്, എന്റെ പേര് അമൽ. മാമാറ്റിന് ചെറിയ ക്ലോത്തിങ് ബ്രാൻഡിന്റെ ഫൗണ്ടർ ആണ്. അമ്മ പോയതിനു ശേഷം എല്ലാ കാര്യത്തിലും ഭയങ്കര മടിയാണെന്ന്. കൂട്ടത്തിൽ പനിയും കൂടി ആയപ്പോൾ എല്ലാം തികഞ്ഞു. മാമാട്ടിക്കും പനിയായി, എനിക്കും പനിയായ, വൈഫിന്. ഒരു കുടുംബത്തിലെ എല്ലാവർക്കും അടവടലം പണി. ആഹാ, എന്താ രസം. എന്താണെന്നറിയില്ല, പണി വരുമ്പോ എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ വരുന്നത്. വൈഫിന് ലീവ് ഇല്ലാഞ്ഞതോട് കൊണ്ട് എല്ലാം തികഞ്ഞു കേട്ടോ. 3 ദിവസമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലത്തെ സാഹചര്യത്തിൽ നിൽക്കുമായിരുന്നു. കസ്റ്റമേഴ്സിനൊക്കെ താല്പര്യപ്രകാരം നമ്മൾ കുറച്ച് പ്രൊഡക്ട്സ് റീസ്റ്റോക്ക് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷെ അതിന്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാനുള്ള സാവകാശം നമുക്ക് കിട്ടിയില്ല. 3 ദിവസമായിട്ട് നമുക്ക് ഒരു പരിപാടി നടന്നിട്ടില്ലേ. നമ്മുടെ ലൈഫ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടാ പോകുന്നത്. ഞങ്ങൾ വിചാരിക്കുന്ന റൂട്ടിൽ നിന്നും വഴുതി മാറിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ലൈഫ് പോകുന്ന വഴിക്ക് അങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടേ. ഈ വർഷമായിട്ട് പുതിയ ഓഫർ കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുമ്പിലോട്ട് വരണമെന്നുള്ള പ്രതീക്ഷയോട് ഇരിക്കുവായിരുന്നു ഞങ്ങൾ. പക്ഷെ അതെല്ലാം പാളി. ബിസിനസ് എന്ന് പറയുന്നത് ക്ഷമയുള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അതായത് എന്നെ പോലുള്ളവർക്ക് ഇത് പറ്റത്തേ ഇല്ലാത്ത സാരം. നമ്മൾ ചെയ്യുന്ന ബിസിനസ് സക്സസ്ഫുൾ ആകണമെങ്കിൽ അതിന് നിറയെ സമയം എടുക്കും കേട്ടോ. ഇതിനിടയിൽ പല കഷ്ടതകളും നമുക്ക് വരും. പക്ഷെ നമ്മൾ മടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്കൊരു ദിവസം ഉണ്ടാവും. കഷ്ടപ്പെട്ട ഫലം നമുക്ക് ഉറപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് പണിയെടുത്തതിന്റെ കൂലി നമുക്ക് എപ്പോഴെങ്കിലും കിട്ടിയിരിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാനും ഇപ്പൊ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഞാനിപ്പോ ശരിക്കും സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്റെ വൈഫ് ഒരാളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ പിടിച്ചു നിൽക്കുന്നത്. മേളിൽ കാണുന്ന സാരികൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ആക്കാൻ മറക്കരുതേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരെ പോലെ നമുക്കൊരു നല്ല ദിവസം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.